ഹായ് സുഹൃത്തുക്കളെ, ഗ്രീനിൽ നിന്ന് വൈറ്റിലേക്ക് ഒരു ചേഞ്ചിങ് മാത്രമാണ്. നമ്മൾ പഴയ ഒരു ക്ലോസറ്റ് എടുത്ത് അത് പുതിയ ഒന്ന് മേടിച്ച് അതുപോലെ തന്നെയുള്ള ക്ലോസറ്റാണ് മേടിച്ച് വെച്ചു. വെക്കാൻ വേണ്ടിയിട്ട് ആ ടൈറ്ററാണ് ഉപയോഗിച്ചത്, കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 20 വോൾട്ടിൻ്റെ ഒരു ചെറിയ ടൈറ്റർ കൂടെ കൊണ്ടു നടക്കുന്നത് എപ്പോഴും നന്നായിരിക്കുന്നത് ഇന്നത്തെ വർക്കിൽ നമുക്ക് മനസ്സിലായി. ഇത് ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഫിറ്റിങ്സുകളെ കുറിച്ചാണ് ഈ വീഡിയോ. ഇതിന് മുമ്പേ ഞാൻ വാളിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ഒരു പുതിയൊരു ചാനലായതുകൊണ്ട് തന്നെ നമ്മളെല്ലാ വർക്കും ഇതിൽ കൊള്ളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തത് സൈഫണാണ്. സൈഫൺ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്ലഷ് ടാങ്കിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നത്. ഈ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ അതിൻ്റെ ലിവറും അതിൻ്റെ ലെഗുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ നെറ്റൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ബോൾ കോക്ക് സിസ്റ്റം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അവിടെ ഒരു നെറ്റ് ഉണ്ട്, ആ നെറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫ്ലഷിൻ്റെ അളവ് വെച്ചിട്ട് നോക്കിയതിന് ശേഷം അത് ചെറിയ തോതിലൊന്ന് തിരിച്ചു കൊടുത്താലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാം. പിന്നെ ഇതിൻ്റെ ക്യാപ്പാണ്, എയർ ക്യാപ്പും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെൻഡും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാര്യമായിട്ട് ഇത് പാർട്സുകൾ ഞാൻ ഇങ്ങനെ പറയുന്നത്, നമുക്ക് പഴയ ഫ്ലഷ് ടാങ്കുകളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ പഴയ ക്ലോസറ്റിനെ മാറ്റി പുതിയ ക്ലോസറ്റിലേക്ക് ഒരു ചെറിയ മാറ്റം. അപ്പോൾ ഒരറിവും ചെറുതല്ല.